കുപ്പിയിൽ പെട്ട നിലയിലാണ് ബെപ്കോ. 20 രൂപ അധികം ഈടാക്കുന്നത് കാരണം മദ്യം വാങ്ങാനെത്തുന്നവരുടെ ശകാരം കേട്ട് പ്രതിരോധിക്കാനാവാതെ ജീവനക്കാർ. ഒരാഴ്ചയായി ശേഖരിച്ച പ്ലാസ്റ്റിക് ബോട്ടിലുകൾ മദ്യം സൂക്ഷിക്കുന്നതിന് പോലും പരിമിതിയുള്ള സ്ഥലത്ത് എണ്ണിക്കൂട്ടി സൂക്ഷിക്കേണ്ട ഗതികേടിലാണ്. ഡെപ്പോസിറ്റ് തുകയ്ക്ക് രസീത് നൽകി കൈമാറുന്ന കുപ്പി ശേഖരിക്കാൻ കുടുംബശ്രീ ജീവനക്കാരെ ചുമതലപ്പെടുത്തുമെന്നായിരുന്നു ബെപ്കോ MD അറിയിച്ചിരുന്നത്. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്രത്യേക ഏജൻസിക്ക് കൈമാറുമെന്നും ഉറപ്പ്. ഇത് രണ്ടും നടപ്പായില്ല. ഫലത്തിൽ നിന്നുതിരിയാനിടമില്ലാത്ത ബെപ്കോ ഔട്ട്ലെറ്റുകളിൽ പലതും കാലിക്കുപ്പി സൂക്ഷിക്കുന്ന ഗോഡൌണുകളായി മാറിയിരിക്കുകയാണ്. ഒരു മാസത്തെ പരീക്ഷണം ഒരാഴ്ച കൊണ്ട് തന്നെ പാളിയ സ്ഥിതിയാണ്. കുപ്പി വിൽക്കുന്നതിനൊപ്പം കുപ്പി പെറുക്കേണ്ട സ്ഥിതി കൂടിയായപ്പോൾ ഇരട്ടി ജോലി ഭാരമെന്നാണ് ജീവനക്കാരുടെ പരാതി. പദ്ധതി നടപ്പാക്കുന്നതിൽ പ്രതിസന്ധി വ്യക്തമാക്കി ബെപ്കോ MD സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മുക്തമാക്കാനുള്ള നടപടിയുടെ ഭാഗമാണെങ്കിലും 20 രൂപ ഈടാക്കുന്നതിനെതിരെ മദ്യം വാങ്ങാനെത്തുന്നവർ പ്രതിഷേധിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കും നയിക്കുന്നു. തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലായി 10 വീതം കടകളിലെ പരീക്ഷണം ഒരു മാസം കൊണ്ട് അവസാനിപ്പിക്കുമോ എന്നതിലാണ് വ്യക്തത വരേണ്ടത്. BL അരുൺ, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.